കുടിയേറ്റം എന്ന രീതിയിൽ ഒട്ടനവധി ജനങ്ങൾ വികസിത രാജ്യങ്ങളിലേക്ക് കടന്നുകൂടുക സ്വാഭാവികമാണ്. അത് പലപ്പോഴും രാഷ്ട്രീയ അസ്ഥിരത മൂലമാണ് അത് സംഭവിക്കുക. നമ്മൾ സിറിയയിൽ കണ്ടു. സിറിയയിൽ അവിടെ ഐസിസ് ഒരു വലിയൊരു പ്രശ്നങ്ങൾ വിതച്ചു. ബാഷർ അൽ അസദിൻ്റെ കസേര തെറിച്ചു. അവിടെ നിന്ന് സിറിയയിൽ നിന്ന് ജനപലായനം ജർമ്മനിയിലേക്ക്, ഫ്രാൻസിലേക്ക്, ഇറ്റലിയിലേക്ക്, യു കെയിലേക്ക് അവിടെ ചെന്ന് യൂറോപ്പിനെ നശിപ്പിച്ച് നാറാണക്കല്ലെടുത്തു. യൂറോപ്പ് പാഠം പഠിച്ചു. അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയിലും നിലകൊള്ളുന്നു. അതാണ് ബംഗ്ലാദേശ്. അവിടെ പ്രശ്നങ്ങളാണ്. ഈ പറഞ്ഞ പ്രത്യേക സമുദായമുള്ള രാജ്യങ്ങളിലെല്ലാം പ്രശ്നങ്ങളാണ്. അവിടെ പ്രശ്നങ്ങൾ തീരുന്ന ഇതില്ല. ബംഗ്ലാദേശിൽ മുൻകാലങ്ങളിൽ വന്നിരുന്നവർ തൊഴിലന്വേഷിച്ചൊക്കെ വരാറുണ്ട്. ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്യുക. നമ്മൾ ബംഗാളിന്ന് വിളിക്കുമെങ്കിലും അവരെയൊക്കെ ഏകദേശം മറ്റേ ആധാർ കാർഡും ചെറിയ കടലാസുകളൊക്കെ കൊടുത്ത് നമ്മുടെ രാഷ്ട്രീയക്കാർ വോട്ടുണ്ടാക്കി നമ്മുടെ ഇടതിനും വലതിനും പ്രത്യേകമായിട്ട് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും കിട്ടുന്ന വോട്ട് കിട്ടുന്ന പെരുമ്പാവൂരൊക്കെ ചെന്നാൽ അടുക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി എല്ലാം നശിപ്പിച്ച് നാറാണ് കല്ലെടുത്തത് ഈ പറഞ്ഞ ബംഗ്ലാദേശികളാണ്. റോഹിംഗ്യ മുസ്ലിംസ് എന്ന് അവരെ പറയും. അവരെ അങ്ങ് വടക്കോട്ട് കടത്തില്ല. അവർ മറ്റേ ഏറ്റവും വലിയ നോബൽ സമ്മാനം കിട്ടിയ ബർമയിലേക്ക്, മ്യാൻമാറിൽ സിങ് ചോങ് കൂച്ചിയ എന്തൊരു സ്ത്രീയുണ്ട്, അവർ നോബൽ സമ്മാനമൊക്കെ കിട്ടിയത് അടിച്ചോടിച്ച് രോഹിംഗ്യകളെ. കാരണം അത്രയും ദോഷം അവർ മനുഷ്യ സമൂഹത്തിന് ചെയ്യും. നമ്മുടെ നാട്ടിൽ പണ്ട് കള്ളന്മാരുണ്ടായിരുന്നു, മീശമാധവൻ ടൈപ്പ് കള്ളന്മാർ, എന്തെങ്കിലും ചട്ടിയോ പാട്ടയോ എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കാൻ വരുന്നവർ. എന്നാൽ നമ്മളൊരു ലൈറ്റ് ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ഓടിപ്പോവും, രക്ഷപ്പെട്ട് ഓടിപ്പോവും അവരെ ഇത്. പക്ഷെ ഇന്ന് വരുന്ന കള്ളന്മാർ അങ്ങനെയല്ല. ബംഗാളികൾ നമ്മളെ കെട്ടിയിട്ട് കൊല്ലും. കെട്ടിയിട്ടിട്ട് അവർ ആ കൊല്ലുന്നതിൽ സുഖം കണ്ടെത്തും. കാരണം അതിൽ പല ഘടകങ്ങളുണ്ട്. കൊല്ലുന്നതിൽ സുഖം കണ്ടെത്തവരാണ്. ഞാൻ കേരളത്തിൽ കുറച്ച് സുഹൃത്തുക്കൾ പോലീസ് ഉദ്യോഗസ്ഥർ, അവരത് കഴിഞ്ഞിട്ട് ബംഗാളി പോയാലും കിട്ടില്ല, അവർ ആസാമിൽ പോയാലും കിട്ടില്ല. അവർ അത്തരത്തിലാണ് അവരുടെ പ്രവർത്തനം. അത്ര ക്രൂരമാണ് അവർ, പൊക്കം കുറഞ്ഞ ഇനമാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് കുറേ അവരെ പുറത്താക്കി, അവർ ഇന്ത്യ പുറത്താക്കി. കേരളത്തിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പിന്തുണയോടുകൂടി അവർ സഹവസിക്കുന്നുണ്ട് നമ്മുടെ ഇടയിലൊക്കെ. ഇടയ്ക്ക് വന്നിട്ട് പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ അമിത്ഷായും മോഡിയൊക്കെ വന്നിട്ട്. ഇപ്പോൾ ഇന്ത്യ ഒരു പുതിയ നയമായിട്ട് വന്നിരിക്കുകയാണ്. ഇവർ ഇങ്ങോട്ട് കടന്നു വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് മുതലേനെയും വിഷപ്പാമ്പുകളെയും ബംഗ്ലാദേശുമായിട്ടുള്ള ഇന്ത്യ പങ്കുവയ്ക്കുന്ന അതിർത്തി മേഖലയിലെല്ലാം വിതയ്ക്കാണ്. വേറെ മനുഷ്യരെ വെടിവെച്ച് കൊല്ലലല്ല, വിഷപ്പാമ്പുകളെ കൊണ്ട് അവിടെ വളർത്തി വിടാണ്. അപ്പോൾ ഇവർക്ക് അതിലും കൂടുതൽ വിഷമുണ്ടോ എന്നുള്ളതാണ് ഇന്ത്യൻ സർക്കാർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ആ വിഷപ്പാമ്പുകളെ വെച്ച് ഇവരെ തടഞ്ഞു നിർത്താം. അപ്പം ഇവർ കടക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു മുതലകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പിടിച്ച് അവരുടെ വിശപ്പ് മാറ്റും, മുതല വിശപ്പ് മാറ്റും. അതല്ലെങ്കിൽ വിഷപ്പാമ്പ് കടിച്ചാലും മരിക്കും എന്നുള്ള ഒരു ടെക്നോളജിയാണ് ഇന്ത്യ ഇപ്പോൾ പരീക്ഷിക്കാൻ പോകുന്നത്. ഈ അടുത്ത് ഇന്ന് വന്നിരിക്കുന്ന ഒരു തീരുമാനമാണ് ഇന്ത്യൻ സർക്കാരിൻ്റെ BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എടുത്തിരിക്കുന്ന തീരുമാനമാണ്. ഇങ്ങനെ ഉള്ള വിഷപ്പാമ്പുകളെ വെച്ചിട്ട് ഇവരെ വകവരുത്തുക, തടഞ്ഞു നിർത്തുക എന്നുള്ള ഒരു പോളിസിയാണ് ഇന്ത്യൻ സർക്കാർ എടുത്തിരിക്കുന്നത്. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. നമ്മൾ ഒരു പക്ഷേ കുടിയേറ്റക്കാരെ നമ്മൾ ചില സാഹചര്യത്തിൽ നമുക്ക് കുടിയേറ്റക്കാരെ ഉൾക്കൊള്ളേണ്ടതായിട്ട് വരും. പക്ഷേ പ്രത്യേക താല്പര്യവും അവരുടേതായ ചിന്താഗതികളും ക്രൂര മനസ്ഥിതിയും മനുഷ്യത്വത്തിന് നിരക്കാത്തതായിട്ടുള്ള കുടിയേറ്റക്കാരായിട്ട് വന്നിട്ട് അവരിവിടെ വന്ന് ചെയ്യുക ഇരകളാവും. യൂറോപ്പിന് സംഭവിച്ചത് അതാണ്. വന്നപ്പം പിറ്റേ ദിവസം ഒരു ഇരയായിട്ട് ആ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും സാമൂഹ്യ സേവനങ്ങളും എല്ലാം പങ്കുപറ്റി ആ രാജ്യത്തെ മുക്കി നശിപ്പിച്ച് ഇരയായിട്ട് ജീവിക്കുന്നതാണ് ഇവരുടെ സംസ്കാരം. അതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ സംസ്കാരമാണ്. അതിന് ഒരു തടസ്സം എന്ന മാതിരിയാണ് ഇന്ത്യൻ സർക്കാർ ഇങ്ങനെയൊരു പുതിയ ടെക്നോളജി, അതിലായുധമില്ല, വെടിവെച്ച് കൊല്ലലില്ല, ഒന്നുമില്ല, മുതലയും കുറച്ച് വിഷപ്പാമ്പുകളും. ഒരു പക്ഷേ ഇവർ അവരെക്കാളും വിഷമുള്ളതാണെങ്കിൽ അതും കടന്നു വരും, അതുക്കും മേലെ കടന്നു വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത്.